ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് നല്ല തെരണ്ടി തേങ്ങയിട്ട് പീര വെട്ടിക്കാനാണ് പോകുന്നത്. ഉണക്ക് തെരണ്ടിയാണ്. അതാണ് നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവരും വരും. നമുക്ക് വീഡിയോയിൽ കിടക്കാം. തെരണ്ടി ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് കേട്ടോ ഇത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. ഒരു പുതിയ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്താണെന്നറിയോ? തെരണ്ടി ഉണക്ക് തെരണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയത്. ഭയങ്കര ഉപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇന്നലെ കറി വെച്ചപ്പോൾ അത്ര ഉപ്പ് കണ്ടില്ലായിരുന്നു. വെള്ളത്തിലിട്ടായിരുന്നു, അതുകൊണ്ടാണോ എന്തോ. അപ്പോൾ ഇതാ നമ്മളൊരു വലിയ കഷ്ണമാണ് കേട്ടോ. തെരണ്ടി നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക തെരണ്ടി. എനിക്ക് പച്ചേനേയും കാട്ടി ഇഷ്ടം ഉണക്ക തെരണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ട് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് തേങ്ങയൊക്കെ ഇട്ടൊന്ന് ഒരു തോരൻ വെക്കും പോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മത്തിയൊക്കെ പീര പറ്റിക്കുന്നില്ലേ, അതേ രീതിയിലൊന്ന് പറ്റിച്ചാലോ എന്ന് മനസ്സൊന്ന് ഓർത്തു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് നല്ല അടിപൊളി ഒരു പീര ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും തെരണ്ടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കാരണം നല്ല മാംസമുണ്ട് തെരണ്ടിക്ക് കേട്ടോ. അതാ അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഇങ്ങനെ കഷ്ണ മീനോട് ഭയങ്കര തുണ്ട് മീനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പീര വറ്റിക്കാം. അങ്ങനെ ഇത് നമ്മളിത് എല്ലാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നീളത്തിലായി കീറിയിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. വലിയ ഉപ്പും സാധാരണ നല്ല ഉപ്പുണ്ടാവും, പക്ഷേ ഇതിന് അത്ര ഉപ്പൊന്നുമില്ല. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് വെച്ച് വെക്കാം. കഴുകി എടുക്കണം. 5 മിനിറ്റ് നമുക്ക് വെക്കാം. കുറച്ച് ഉപ്പുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. ഉപ്പുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം. ആ ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ കഴുകി വെച്ചിരിക്കുന്ന തെരണ്ടി നമുക്ക് ചട്ടിക്കകത്തിടാം. ഇതാ വെളുത്തുള്ളി തൊലിയോടെ ചതച്ചെടുത്താണ്. 6-8 എടുത്തിട്ടുണ്ട്. ഞാൻ തൊലി കളഞ്ഞ് ഉപയോഗിക്കാം. ഞാൻ തൊലി കളയാതെ ചതച്ചെടുത്താണ്. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാളയുണ്ട്, ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത്, നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിക്കും. ഞാൻ ഒഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തെരണ്ടിയൊക്കെ മുറിച്ച് സെറ്റാകുന്ന സമയത്ത് വെള്ളം ചൂടാക്കാൻ പറ്റുന്നതാണ്. ഇത് നന്നായിട്ട് കിടന്ന് വേവട്ടെ, തിളച്ച് വേവട്ടെ. ഉപ്പൊന്നും നമ്മൾ ചേർക്കരുത്, കാരണം തെരണ്ടി നല്ല ഉപ്പുള്ള തെരണ്ടിയാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഉപ്പിൻ്റെ അവസ്ഥയായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നന്നായിട്ട് തെരണ്ടി വേവിക്കുക. എന്നിട്ട് വെന്ത് വരുന്ന സമയത്ത് വെള്ളം വറ്റി വരുമ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നല്ല ഉപ്പായിരിക്കും, കഴിച്ച് നമുക്ക് തിന്നാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പുറം ഞാൻ എന്താണത് വെണ്ടയ്ക്ക തോരൻ വെച്ച് വെച്ചപ്പോൾ ഉണ്ട്. നമുക്കിത് നല്ലോണം തിളച്ച് വരട്ടെ. അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം.
നമുക്ക് അടപ്പൊന്ന് എടുത്ത് നോക്കാം ഗൈസ്. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം കടന്നൊന്ന് വേവട്ടെ. നമുക്ക് ഇതെടുത്ത് നോക്കാം. നല്ലോണം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങയിനകത്തിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മഞ്ഞ കളറ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൊടുക്കാം. എനിക്ക് ഇത്ര മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ചിലർക്ക് ഭയങ്കര മഞ്ഞയായിട്ടിരിക്കുന്നു. പക്ഷേ കൂടുതൽ മഞ്ഞ ഒരുമാതിരി കുത്തലുണ്ടാവും അത് മഞ്ഞയ്ക്ക്, മഞ്ഞപ്പൊടിയാകുമ്പോൾ. ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. നല്ല മഞ്ഞല്ലാണ്ട് ഒരു ഓറഞ്ച് കളറിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല കാന്താരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ കാന്താരി ഇല്ല, കാന്താരി പിടിക്കുന്ന സീസണായി വരുന്നേ ഉള്ളൂ ഇവിടെ. കുറച്ച് വെള്ളമൊക്കെ വറ്റി വരാനുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായി വറ്റിച്ചെടുക്കാൻ മതി. ഉപ്പെല്ലാം ഉണ്ട്, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റുക. വെള്ളം നല്ലോണം പറ്റിയിട്ടില്ല, കുറച്ച് ഇതുപോലെ ഇരിക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെള്ളത്തോടെ അതാ കൊണ്ടത് വറ്റ വെള്ളം എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടോ, ഒത്തിരി വെള്ളത്തോടല്ല, കുറച്ച് നല്ലോണം ഉണങ്ങിയിട്ടല്ല, അല്ലാതെ പോലെ കുറച്ച് വെള്ളത്തോടെ ആയിരിക്കണം ഇതാക്കേണ്ടത്. ഇത് കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ചോറിനെക്കാട്ടും നല്ലത് കഞ്ഞിയാണിത്. കഞ്ഞിയുടെ കൂടെ ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കരണ്ടി തീര. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കരണ്ടിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തോടെ എടുക്കണം. നല്ലോണം വറ്റുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ കഞ്ഞിക്ക് നമുക്ക് ഉപ്പില്ലാതെ കഞ്ഞിയുടെ കൂടെ കരണ്ടി കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പേ ഇട്ടിട്ടില്ല, പക്ഷെ നല്ല ഉപ്പുണ്ട്. അതുകൊണ്ട് ഉണക്കത്തരണ്ടി മേടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, സബ് ചെയ്യണം, ഒന്ന് മെസ്സേജ് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഇച്ചിരി എണ്ണയും കൂടി ഇതിന് മൊത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒരു തുള്ളി പോലും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു തുള്ളി എണ്ണ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, മതി, എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒഴിച്ചാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒഴിക്കാണ്ടിരുന്നത്. അപ്പം നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒഴിച്ചേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പം പുതിയ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം തിളയ്ക്കുന്ന ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അയിലക്കറി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ മൊബൈൽ എടുക്കുമ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ടാണ് ഞാൻ മൊബൈൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അതും കൂടി അകത്തോട്ട് വരുന്നത്. ഓക്കെ, ബൈ, സീ യു ഗൈസ്.